എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വേറൊന്നുമല്ല, എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് കൊറിയൻ ചർച്ചിൻ്റെ അകമൊക്കെ ഒന്ന് കാണിക്കുമോ, വീഡിയോ ഒന്ന് കാണിക്കുമോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊറിയൻ ചർച്ചിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാനും ഒപ്പായും ഉമ്മായി ആബുജിയും കൂടെ ആയിട്ടാണ് പോകുന്നത്. ആബുജിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒപ്പയും പുറകെ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ലേറ്റായത് കാരണം രാവിലെ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒപ്പ എനിക്കുള്ള ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബോയിൽഡ് എഗ്ഗും അതേപോലെ തന്നെ സോയാ മിൽക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാറിൽ ഇരുന്നാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ചർച്ച്. ഇവിടെ ഏകദേശം 2000-ന് മുകളിൽ മെമ്പേഴ്സുണ്ട്. ഫോറിനർ ഞാൻ മാത്രമാണ് ഉള്ളത്. അത് കാരണം തന്നെ മിക്കുള്ളവർക്കും എന്നെ അറിയാം. ഒരു ദിവസം ഞാൻ വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പായി ആരെങ്കിലും കാണുകയെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കും എന്ത് ഞാൻ വന്നില്ല എന്ന്. അപ്പോൾ ഇതാണ് കാണുന്നത്. പുറമേയുള്ള ലുക്കാണ് കേട്ടോ. പുറമേയുള്ള ലുക്ക് മാത്രമല്ല, അകവും അടിപൊളിയാണ്. ഇവിടെ ഉള്ളവരും ഭയങ്കര സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാരെ കാട്ടി ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ ചർച്ചിലുള്ളവരാണ്. അപ്പോൾ എനിക്ക് ഈ ചർച്ച് ഭയങ്കര ഇഷ്ടമാണ്. ചർച്ച് മാത്രമല്ല, ഇവിടെ ഉള്ള എല്ലാവരും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റത് എന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ എണീറ്റാലും ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഇന്ന് വരുന്ന വഴിക്കാണ് ഒപ്പ പറയുന്നത്. ഒപ്പയുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ കൂടെ ലേറ്റാവാതെ എവിടെയെങ്കിലും ഒരു ദിവസം പോകണമെന്ന്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ 9 മണിക്കുള്ള പ്രയറിനാട്ടോ വന്നേക്കുന്നത്. നമ്മൾ ഇത്തിരി ലേറ്റായിപ്പോയി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സമയം 9:05 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി പ്രയർ വർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നൊരു പ്രത്യേക ദിവസമായിരുന്നു. വേറൊന്നുമല്ല, ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചർച്ചിൽ ഇന്ത്യക്കാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഈ ചർച്ചിൽ നിന്ന് ഇന്ത്യയിലുള്ള 3 ചർച്ചുകളിൽ വർഷത്തിൽ 3 പ്രാവശ്യം പോയി അവിടെയുള്ള പാവപ്പെട്ട കുട്ടികളെ, അനാഥ കുട്ടികളെ അവരുടെ അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സ്, അവർക്ക് നിത്യോപയോഗത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ഈ ചർച്ചിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ പ്രെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന ഗ്രൂപ്പിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ സ്പെഷ്യൽ പ്രെയർ ആട്ടോ ഇന്ന്. ഇന്ത്യക്കാരെ കൊറിയക്കാർക്ക് ഇഷ്ടമില്ല എന്നുള്ള കുറേ കമൻറ്റുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ പലയിടത്തും. അപ്പോൾ ഇത്രയും ഇന്ത്യക്കാരെ സ്നേഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടു കാണത്തില്ല. അത്രയ്ക്ക് സ്നേഹമാണ് ഇവിടെ ഉള്ളവർ. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ, 3 ചർച്ചുകളിലാണ് പോകുന്നത്. ആ ചർച്ചിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന, മിഷന് വേണ്ടിയിട്ട് പോകുന്ന എല്ലാവരും പോകുന്നതിന് 1 മാസം മുമ്പ് തൊട്ടേ ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച്, അതേപോലെ തന്നെ ഇവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പോയി ഇവർക്ക് കൊറിയൻ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചർച്ചിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ഫിലിപ്പീൻ, അതേപോലെ തന്നെ കംബോഡിയ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇവർ നമ്മുടെ ചർച്ചിൽ നിന്ന് പോയി ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ വിചാരിക്കും പോകണമെന്ന്. പക്ഷേ ഇതുവരെ നടക്കാത്തതൊന്നുമല്ല. ഇവരിവിടുന്ന് പോകുന്ന ആ ടൈമിൽ എനിക്ക് എന്തെങ്കിലും
അത്യാവശ്യമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ കയറി വരുന്നത് കാരണം തന്നെ എനിക്ക് ഇതുവരെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം പോകണമെന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് എൻ്റെ ഈ ഹെൽത്ത് ഇഷ്യൂസും ഈ പ്രോബ്ലംസൊക്കെ വന്നത് കാരണം പിന്നെ ഞാൻ പോകണ്ടാൻ തീരുമാനിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ ടീം പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കർണാടകയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ചർച്ചുള്ളത്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ എന്തുമാത്രം എഫേർട്ടാണ് എടുക്കണേന്ന് നോക്കിയേ. ആ കർണാടകയിലുള്ള ആ ലാംഗ്വേജ് പഠിച്ച് ആ ലാംഗ്വേജിലുള്ള പ്രാർത്ഥന പ്രെയർ സോങ് ആട്ടോ ഇവരിപ്പോൾ ഇവിടെ ഇങ്ങനെ പാടുന്നത്. പക്ഷേ എനിക്ക് ഇന്ത്യക്കാരിയായ എനിക്ക് തന്നെ മനസ്സിലായില്ല അത് ഏത് ലാംഗ്വേജ് ആണെന്ന്. പക്ഷേ ഇവർ അടിപൊളിയായിട്ട് ലാംഗ്വേജ് പാടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ സ്നേഹം വേണം കാണാൻ, അവരവിടെ പോയിട്ട് ആ കുട്ടികളോടുള്ള സ്നേഹം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇവിടെ ചർച്ചിൽ എല്ലാ ഞായറാഴ്ചയും ലഞ്ച് പ്രൊവൈഡ് ചെയ്യും. ഇതിന് ഏകദേശം ഒരു 2000 കൊറിയൻ വോണാണ് വരുന്നത് ഒരാൾക്ക്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഈ എമൗണ്ട് ഉണ്ടല്ലോ, അത് അവർ മിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കംബോഡിയ, അതേപോലെ തന്നെ ഫിലിപ്പീൻ, പിന്നെ ഇന്ത്യ അങ്ങനെ പോലുള്ള സ്ഥലങ്ങളിലുള്ള ചർച്ചുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ എമൗണ്ട് അവർ യൂസ് ചെയ്യുന്നത്. ഇത് നോക്കിയേ, ഇന്ത്യയിലോട്ട് പോകുന്ന അവരുടെ ഇതാട്ടോ. ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എനിക്ക് അവിടെ ഒരാൾ തന്നതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ പുൽക്കോക്കിയും അതേപോലെ തന്നെ കിംജിയും വേറെ 2-3 സൈഡ് ഡിഷുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കിംജിയും പുൽക്കോക്കി മാത്രമാട്ടോ എടുത്തത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, തരക്കേടില്ലാത്ത ഫുഡാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ നിന്ന് ആണ് ലഞ്ച് കഴിക്കാറ്. കാരണം നമ്മൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടുത്തെ കോഫി ഷോപ്പ്. ഇവിടുത്തെ കോഫി ഷോപ്പിലും സെയിം തന്നെയാണ്. നമ്മൾ ഇവിടെ നിന്ന് എന്ത് വാങ്ങിയാലും ഇവർ ഈ എമൗണ്ട്, നമ്മളിവിടെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഈ എമൗണ്ട് അവർ മിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വരുമ്പോഴത്തേക്ക് എപ്പോഴും ഞാൻ കോഫി പോലുള്ള സംഭവങ്ങൾ വാങ്ങാറുണ്ട്. ഞാൻ ഒരുപാട് ഐറ്റംസ് വാങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ പ്രയറിനാട്ടോ വന്നേക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 9 മണിയുടെ പ്രയറിനാണ് വന്നേക്കുന്നത്. സാധാരണ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ 11:30 പ്രയറിനാണ് വരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ പ്രയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു ഗ്രൂപ്പിലെന്ന് പറഞ്ഞാൽ 5 ഫാമിലി വരുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മുടെ ആ ഗ്രൂപ്പ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 മണിക്കാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ പ്രയറിന് വന്നു കഴിഞ്ഞാൽ 2 മണി വരെ നമ്മൾ വെറുതെ ഇരിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ 11:30 പ്രയറിന് വന്നിട്ട് അതിനുശേഷം നമ്മൾ ലഞ്ച് കഴിച്ച് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ആ പ്രയർ, അതായത് ഗ്രൂപ്പ് മീറ്റിങ്ങിനുള്ള ടൈം ആവും. അപ്പോൾ ഇന്ന് ഒമ്മായോ അബുജി വന്നതുകൊണ്ടാണ് നമ്മൾ രാവിലത്തെ പ്രയറിന് പോയത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നപ്പോൾ കാണാം വീട്ടിൽ വന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒമ്മായ അബുജി നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണെന്നറിയത്തില്ല, ഒമ്മ വരുമ്പോഴും പോകുമ്പോഴും എപ്പോഴും ഒമ്മാക്ക് ഒരുപാട് ഐറ്റംസ് കൊണ്ടുവരാനും കൊണ്ടുപോകാനും കാണും. എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നമ്മൾ ഇല്ല അയ്യു എന്ന് പറയുന്ന ആ ആക്ട്രസിൻ്റെ ഡ്രാമ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്തായിരുന്നു എൻ്റെ പേരെനിക്ക് മറന്നുപോയി. അപ്പോൾ ആ ഡ്രാമയിൽ ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് സൈഡ് ഡിഷൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അമ്മമാർ പോകുമല്ലോ, ആ സെയിം അതേപോലത്തെ അമ്മ തന്നെയാണ്, അതിൽ കാണുന്ന ആ ക്യാരക്ടർ തന്നെയാണ് ഉമ്മ. വരുമ്പോഴത്തേക്കും ഒരുപാട് സൈഡ് ഡിഷുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരും. ഞങ്ങളുടെ വീട്ടിലത്തേക്കുള്ളത്, ഒപ്പാടെ ഫസ്റ്റ് സിസ്റ്ററിൻ്റെ വീട്ടിലത്തേക്കുള്ളത്, സെക്കൻഡ് സിസ്റ്ററിൻ്റെ വീട്ടിലേക്കുള്ളത്, അങ്ങനെ എല്ലായിടും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സൈഡ് ഡിഷൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒമ്മയുടെ അബുജിനെ ട്രെയിൻ വരാനുള്ള ടൈമായി. പക്ഷേ അപ്പോഴത്തേക്കും ഒപ്പയുടെ 2ാമത്തെ സിസ്റ്ററിന് കൊടുക്കാനുള്ള സൈഡ് ഡിഷുകൾ ഒമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അങ്ങനെ ഒപ്പയുടെ 2ാമത്തെ സിസ്റ്റർ ഇവിടെ ട്രെയിൻ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഒപ്പയുടെ 2ാമത്തെ സിസ്റ്റർ വന്നു. അങ്ങനെ അവർക്കുള്ള സൈഡ് ഡിഷ് ഒമ്മ കൊണ്ടുവന്നത് കൊടുത്തു. അങ്ങനെ ഒമ്മ ഒരുപാട് ലഗേജൊക്കെ ആയിട്ട് ഒമ്മ പോയിട്ടുണ്ട്. അങ്ങനെ ഒപ്പാടെ 2ാമത്തെ സിസ്റ്ററും ഹസ്ബൻഡും നമ്മളും കൂടെ ചേർന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ഒരു ഐഡിയ പറഞ്ഞത്, എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒപ്പാടെ സിസ്റ്ററിൻ്റെ കയ്യിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഫുള്ള് സൈഡ് ഡിഷാട്ടോ അമ്മ കൊണ്ടുവന്നത്.
അങ്ങനെ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ ഒപ്പാടെ സിസ്റ്റർ ഇവിടെ വന്ന് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടുന്ന് ഒരു പ്രാവശ്യം ഇത് കഴിച്ച് നോക്കണം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ചൈനീസ് ഫുഡാണ്. ഹോങ്കോങ് എന്ന് പറയുന്ന സ്ഥലത്തെ ഫുഡാണ് ഇവിടുത്തെ സ്പെഷ്യൽ മെനു. അപ്പോൾ ഓൾറെഡി ഞാൻ ചൈനീസ് ഫുഡ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ചജങ്മ്യങ് അല്ലാന്നുണ്ടെങ്കിൽ ചമ്പുങ് അങ്ങനെയുള്ള ഐറ്റംസ് അല്ലാതെ വേറെ ഒന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ എനിക്കതാട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വേറെ ഫുഡൊന്നും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ ഇവരുടെ ഒരു സ്പെഷ്യൽ മെനു മിൽക്ക് ടീ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മിൽക്ക് ടീ ഇഷ്ടമുള്ളത് കാരണം തന്നെ അപ്പോൾ അത് ആ മെനു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് കുടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചായ ചൂടോടുകൂടിയല്ലേ കുടിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഐസ് ഇട്ടിട്ടാണ് കുടിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ കോഫി ഷോപ്പിൽ പോയാലും നമുക്ക് ഐസ് മിൽക്ക് ടീ ആണ് അധികവും അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, ഇതാണ് മിൽക്ക് ടീ. അപ്പോൾ നമുക്ക് കുടിച്ച് നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്നും. അപ്പോൾ ഞാൻ മുമ്പ് ചായ ഒരുപാട് കുടിക്കുമായിരുന്നു. പിന്നെ ഈ ചായയിൽ ഒരുപാട് ഷുഗറൊക്കെ ഇട്ട് കുടിക്കുന്നത് ഹോർമോണൽ ഇംബാലൻസിന് കാരണമാകും എന്നുള്ള ഒരു റീസൺ കാരണം ഞാൻ ചായ അങ്ങനെ കുടിക്കുന്ന അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്താ പറയുക, ഈ ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകൾ വന്നു. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റീം ചെയ്ത ഡംപ്ലിംഗ് ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചൈനീസ് സ്റ്റൈൽ നൂഡിൽസാണ്. അപ്പം ഞാൻ ചൈനീസ് സ്റ്റൈൽ ഇങ്ങനെയുള്ള നൂഡിൽസ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള നൂഡിൽസ് ഈ കാണുന്ന ഈ സ്റ്റൈൽ നൂഡിൽസ് വിയറ്റ്നാം നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ചൈനീസ് സ്റ്റൈൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ച് നോക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള കുറേ സോസ് പോലുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്കെന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നമുക്കിത് ഫുള്ള് കഴിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ആ കാണുന്ന വെജിറ്റബിൾ എന്താണ് എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അതിനെ കാണുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ സൂപ്പിൻ്റെ ബ്രോത്ത് ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ വിയറ്റ്നാം സ്റ്റൈൽ നൂഡിൽസാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിനുശേഷം നമുക്ക് ഡംപ്ലിങ് കഴിച്ച് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇത് ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അവരുടെ ഒരു സോസ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒപ്പാടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ആ സോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ച് നോക്കി. അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറിയൻ ഡംപ്ലിംഗ് ആണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. പിന്നെ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ സ്ക്വിഡ് ഫ്രൈ ചെയ്തതാണ്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ടേസ്റ്റ് ഇല്ലയെന്ന്. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷേ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ അങ്ങനെ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. കടിച്ചപ്പോൾ തന്നെ അതിനുള്ളിൽ നിന്ന് ചൂടാവി പുറത്തോട്ട് വന്ന് എൻ്റെ പല്ലെല്ലാം കൂടെ അങ്ങ് ചൂടായിപ്പോയി. അപ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം ഇവരെങ്ങനെയാണ് ഇത്രയും ചൂടുള്ള ഐറ്റം കഴിക്കുന്നതെന്ന്. പക്ഷേ അത് അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടുത്തെ സ്പെഷ്യൽ മെനു ആണ് ഈ വന്ന സാധനം. ഇതെന്ന് പറഞ്ഞാൽ കഴിച്ച് നോക്കിയാൽ നമുക്കറിയാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം, ഒരുപാട് സോസോ അങ്ങനെ ഉള്ളതൊന്നും ഇടാതെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ എനിക്ക് അതിനോട് വലിയ ഒരു താല്പര്യം അങ്ങോട്ട് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം നമ്മളെപ്പോഴും ഒരുപാട് സോസൊക്കെ ഒഴിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സാധനം ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നിയില്ല. ഇതിനെങ്ങനെ ഫുള്ള് ഇളക്കിയാട്ടോ കഴിക്കുന്നത്. അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇതിനുള്ളിൽ എഗ്ഗ് ഉണ്ടായിരുന്നു, ഷ്രിംപ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഓയിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ, സ്കിഡ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് കുക്ക് ചെയ്ത റൈസാണ്. വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അതിനെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കഴിച്ചു നോക്കിയാൽ എക്സാക്റ്റ്ലി നമുക്കത് എന്താ പറയുക, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആ ഒരു തോന്നൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കാണാം എലിവാണം വിട്ടതുപോലെ ഒപ്പം പോകുന്നു നോക്കി. വേറെ എവിടെയല്ല, ഇവിടെ ഒരു അക്കോറിയൻ കഫേ ഉണ്ട്, അവിടോട്ട് പോവുകയാണ്. അതിലോട്ട് കയറല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ലെന്ന്. അതിൽ കയറണമെങ്കിൽ തന്നെ ഒരാൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരും ഓരോ ഡ്രിങ്ക് ഓരോ കോഫി വാങ്ങിയാൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. എങ്ങനെ ഇതിന് തടയുമെന്ന് ആലോചിച്ചിട്ടിരുന്നപ്പോഴത്തേക്കാണ് ഭാഗ്യത്തിന് ഒപ്പാടത്ത് പറഞ്ഞ് നമുക്ക് ഒരു മൂവി കാണാൻ വേണ്ടി പോയാലോ എന്ന്. അങ്ങനെ അതിലോട്ട് കയറിയില്ല. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് പോയപ്പോൾ കാണാൻ ഇവിടെ ഒരു സമ്മർ സെയിൽ ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് എനിക്ക് കയറണം എന്നുണ്ടായിരുന്നു.
പക്ഷേ ഒപ്പായ അക്വേറിയം കഫേയിൽ കയറാൻ സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് വലിഞ്ഞു കയറി കഴിഞ്ഞാൽ ഒപ്പ വീണ്ടും അവിടോട്ട് പോകുമെന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ കൊറിയയിൽ ഇങ്ങനെ കുറേ സാമ്പിളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് കഴിച്ചാട്ടോ പോയത്. അങ്ങനെ പോയി ഇനി നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ മൂവി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മൂവി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈമിനോടെ ഒരു പുതിയ മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വെബ് കാർട്ടൂൺ വെബ്റ്റൂണ എന്തോ ആണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഒപ്പം അത് വെബ്റ്റൂൺ വായിച്ചിട്ടുണ്ട്, അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മൂവി കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ കാണാൻ ഇവിടെ പുതിയ ഫോൾഡിൻ്റെ പുതിയ ഫോൺ ഇറങ്ങിയതിൻ്റെ ഇത് ഡിസ്പ്ലേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയി നോക്കി. അപ്പോൾ എപ്പോഴും ഇറങ്ങുമ്പോഴെല്ലാം ഒപ്പം ഫോൺ മാറ്റാറുണ്ട്. അപ്പോൾ ഇപ്പോഴും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ്. പക്ഷെ നോക്കിയപ്പോൾ കാണാം, ഞാൻ ആദ്യം പറഞ്ഞു മാറ്റണ്ടെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ കാണാം, എനിക്ക് മനസ്സിലായി ഒപ്പം ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ല ഇപ്പോഴത്തെ പുതിയ മോഡൽ ഇറങ്ങിയതും ഭയങ്കര ലൈറ്റാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൾഡും ഇപ്പോഴും ഇറങ്ങിയ ഫോൾഡൂടെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ഡിഫറൻസ് നമുക്കത് കാണാൻ പറ്റുമെന്നല്ല, നമുക്കത് അറിയാൻ പറ്റും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ് എന്തായാലും അതും വാങ്ങണം എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ മൂവി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഒപ്പാടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് അവർക്ക് എന്തോ ഒരു പോയിൻ്റ് ഉള്ളത് കാരണം തന്നെ നമുക്ക് ഈ മൂവി ടിക്കറ്റൊക്കെ കുറച്ച് ഓഫറല്ല, അതിൻ്റെ എമൗണ്ടിനെ കാട്ടി കുറച്ചുകൂടെ കുറവ് കിട്ടും, ഡിസ്കൗണ്ട് കുറച്ച് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളിത് ആ ടിക്കറ്റെല്ലാം എടുത്തു. അതിനുശേഷം നേരെ പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നേരെ മൂവി കാണുക. മൂവിയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അവസാനിച്ചു. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു.